വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മുൻ കേന്ദ്രമന്ത്രിയും കോട്ടയം NDA സ്ഥാനാർത്ഥിയുമായ ശ്രീ PC തോമസാണ്. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല. സാക്ഷാൽ VT ചാക്കോയുടെ മകൻ KM മാണി സാർ ഈ ലോകത്തോട് വിട പറഞ്ഞ സാഹചര്യത്തിൽ ഈ അഭിമുഖത്തിന് പ്രത്യേക പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ PC തോമസിന് വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഒരു വികാരനിർഭരമായ സമയത്താണ് ഈ അഭിമുഖം നടക്കുന്നത്. താങ്കൾ കോട്ടയത്ത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്. താങ്കളുടെ രാഷ്ട്രീയ ഗുരുവായ മാണി സാർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് മാണി സാറാണ്. ഞാൻ ആദ്യം നിയമസഭാ ഇലക്ഷന് ഒരിക്കൽ നിന്ന് തോക്കേണ്ടി വന്നു. അന്ന് വാഴൂർ നിൽക്കേണ്ട കാഞ്ഞിരപ്പള്ളി നിൽക്ക് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, വാഴൂരുള്ള പ്രവർത്തകർ നിർബന്ധിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിൽക്കണമെന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ നിർബന്ധപ്രകാരം അവസാനം വാഴൂർ തന്നെ മത്സരിക്കാൻ സമ്മതിച്ചതാണ്. അദ്ദേഹം പറഞ്ഞാണ് വാഴൂർ നിന്നാൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്, മറ്റൊരുതാണ് ജയിക്കും. പക്ഷേ ശരിയായിരുന്നു. മാണി സാർ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. മാണി സാർ പറഞ്ഞായിരുന്നു ശരി. മാണി സാർ അത് തന്നെയല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു. എൻ്റെ പിതാവ് PT ചാക്കോ 57 മത്സരിച്ച് ജയിച്ചത് 51 വോട്ടിനാണ്. അവിടെ ഒരു നല്ലൊരു ഹിന്ദു കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് ബെറ്റർ ഇവിടുന്ന് മാറിയിട്ട് കാഞ്ഞിരപ്പള്ളിയാണ് ഷുവർ ജയിക്കും. അത് കാനൻ രാജേന്ദ്രനായിരുന്നു താങ്കൾക്കെതിരെയുള്ള സ്ഥാനാർത്ഥി, ഇപ്പോഴത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അതെ അതെ, ഞങ്ങൾ നാട്ടുകാരാണ്. അന്ന് കാനൻ രാജേന്ദ്രൻ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയം, ആദ്യത്തെ പ്രതിപക്ഷത്ത് നിന്ന് ഒരു ടേം കഴിഞ്ഞ സമയം, നല്ല തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അന്ന് വാഴൂർ ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്നത് നാരായണക്കുറുപ്പ് സാറാണ്. അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോയപ്പോൾ അവിടെ വേക്കൻസി വന്ന ഒരു അവസരത്തിൽ അവിടെ ആ സീറ്റിന് വേണ്ടി പാർട്ടിയിൽ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് എന്നെ പലരും നിർദ്ദേശിച്ച് അവസാനം മാണി സാറിനടുത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ മാണി സാർ പറഞ്ഞു, കുഴപ്പമില്ല നിൽക്കുക, നല്ലതെന്നൊക്കെ എല്ലാവരുടെയും വെച്ച് പറഞ്ഞെങ്കിലും മാറ്റി നിർത്തി എന്നെ ഒറ്റയ്ക്ക് നിർത്തി പറഞ്ഞു, അത്ര എളുപ്പമല്ല ഈ വാഴൂർ. അതുകൊണ്ട് എന്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളി മത്സരിക്കുന്നില്ല, ഞാൻ കാഞ്ഞിരപ്പള്ളി സീറ്റ് അങ്ങ് ശരിയാക്കട്ടെ. അപ്പോൾ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ എനിക്ക് മത്സരിച്ചാൽ ജയിക്കുമെന്നറിയാം, പക്ഷേ ഞാനത് മടിച്ചു. ഞാൻ മടിച്ചപ്പോൾ അദ്ദേഹം പിന്നെ അവസാനം സമ്മതിച്ചെങ്കിലും വലിയൊരു പോരാട്ടത്തിൽ അന്ന് ഞാൻ തോക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് വരാനുള്ള കാരണം ആ തോൽവിയാണ്. തോറ്റപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ വാഴൂർ എങ്ങനെയും പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ഫ്രണ്ടിനെ സംഘടിപ്പിച്ച് അവിടെ മുഴുവൻ പദയാത്ര നടത്തി മാണി സാർ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് മാണി സാറിൻ്റെ കിട്ടിയതുകൊണ്ട് മാണി സാറ് ഞാൻ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. പക്ഷേ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ പാർലമെൻറ്റിലേക്ക് നിൽക്കണം. മോനെന്നാണ് എന്നെ വിളിക്കുന്നത്, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. മോൻ പാർലമെൻറ്റിലേക്ക് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പാർലമെൻറ്റിലേക്ക് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം എനിക്കൊരു പരിചയവും ഇല്ല അവിടെയൊന്നും. ഞാൻ വാഴൂരിൽ നിന്ന് അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും ജയിച്ചോളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്, സമയം വരുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇലക്ഷൻ സീറ്റ് വന്നിരിക്കുന്ന ഒരവസരത്തിൽ മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് മടിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലമാണ് ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ച് കഴിഞ്ഞിട്ടും ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രവർത്തനത്തിന് മാണി സാറിൻ്റെ ഒരുപാട് പ്രേരക ശക്തികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുക. അദ്ദേഹത്തിന് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റിയിട്ടുള്ള ആളാണ്. ആ രീതിയിലുള്ള പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, റൂൾസ് കറക്റ്റായിട്ട് പഠിക്കണം, റൂൾസ് ഓഫ് പ്രാക്ടീസ്. ഇപ്പോൾ ലോക്സഭയ്ക്കും കാണും, ഞങ്ങൾക്ക് നിയമസഭയിലുണ്ട്. അത് മാത്രം പഠിച്ചിട്ട് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സക്സീഡ്. അത് എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇതുപോലെ പല കാര്യങ്ങളുമുണ്ട്. അല്ല, ഇപ്പോൾ പാർലമെൻറ്റിൽ പലതവണ അവിടെ ജയിച്ചു കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ താങ്കളുടെ ലാസ്റ്റ് ഫൈറ്റ് അത് ഗുരുവിൻ്റെ മകനെതിരെയായിരുന്നു. അതുണ്ടാക്കിയ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അകൽച്ച ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ഞാൻ വാസ്തവത്തിൽ എനിക്ക് അന്ന് മാണി സാറ് ഞങ്ങൾ തമ്മിൽ അകലുന്ന ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്സിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റ് അംഗത്വം രാജിവെക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അന്ന് അദ്ദേഹം ഒട്ടും സമ്മതിച്ചില്ലെന്ന് തന്നെയല്ല, അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല, പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യണം, കാര്യമൊക്കെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പോയെങ്കിലും മറ്റ് ചില വിഷയങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായി. അവസാനം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ മാണി സാറിനെതിരായിട്ട് ഒരു നീക്കം നടത്താൻ എനിക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നില്ല.
5 തെരഞ്ഞെടുപ്പിൽ മാണി സാറിൻ്റെ സഹായത്തോടെ UDF നിന്ന് വിജയിച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തായതിന് ശേഷം ഞാൻ ഒരുപക്ഷെ പിന്നെയും പൊളിറ്റിക്സിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിക്കാനായിട്ട് ഞാൻ തയ്യാറില്ലായിരുന്നു. കാരണം NDA മുന്നണിയിൽ അന്ന് ഇവിടെ നിന്ന് മത്സരിച്ചാൽ 2 പ്രബല മുന്നണികൾക്കെതിരായിട്ട് ജയിക്കാൻ പാടാം. മത്സരിക്കാൻ തയ്യാറില്ലായിരുന്നെങ്കിലും അവസാനം ചില സാഹചര്യത്തിൽ മത്സരിച്ചു വിജയിച്ചു. അത് മാണി സാറിൻ്റെ മകനായിരുന്നു അതിനകത്ത് എതിരാളി എങ്കിൽ പോലും അത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണുണ്ടായത്. മത്സരിച്ചപ്പോൾ ജയിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നോ? ശരിക്കും തുടക്കത്തിൽ മത്സരിക്കാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാനതിന് തയ്യാറില്ലായിരുന്നു. ഞാൻ ദമൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അത് വടക്കാണ്, നമ്മുടെ ഗോവ ദമൻ ദ്വീപ്, അവിടെ 1,00,000 വോട്ടേ ഉള്ളൂ. അതിൽ 15,000 മലയാളികളുടെയാണ്. അതുകൊണ്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ ഇത്രയും നാൾ ജയിച്ച ഒരു സീറ്റ് ഇട്ടേച്ച് പോകുന്നത് ഒരു ഭീരുത്വമാണ് എന്ന തോന്നൽ വന്നപ്പോഴും പിന്നെ ഇവിടെ എങ്ങനെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജയിക്കാം എന്ന ഒരു തോന്നൽ മനസ്സിൽ പല കാരണങ്ങൾ പിന്നെ കൊണ്ടുവന്നപ്പോഴും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കാനുണ്ടായത്. അന്നത്തെ സാഹചര്യത്തിൽ മാണി സാറിൻ്റെ മകനുമായിട്ടാണ് നിന്നത് എങ്കിലും അത് ഞങ്ങൾ തമ്മിലൊരു അകൽച്ചയ്ക്ക് ഒരു കാരണമായിരുന്നില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെ പോയി. ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹവുമായിട്ട് മാനസികമായിട്ട് ഒരകൽച്ച അന്നും എനിക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹവുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാക്കാതിരിക്കണം എന്നെനിക്ക് ആഗ്രഹവുമുണ്ടായിരുന്നു. ഞാൻ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ അനുകൂലമായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്നുള്ളതിന് അനുകൂലമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഒരു ടെലിവിഷനിൽ കൂടിയാണ്. കേരള കോൺഗ്രസുകളെ യോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആശയം ഡിസ്കസ് ചെയ്തു. അദ്ദേഹം അതിനെ വളരെ താല്പര്യപൂർവ്വം കണ്ടു. ഞാൻ അദ്ദേഹത്തോട് അന്ന് പറയുകയും ചെയ്തു, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്നതാണ് നമ്മൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമെങ്കിൽ ഞാൻ നിരുപാധികം ക്ഷമ പറയുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊളിറ്റിക്സിൽ അങ്ങനെ പലതും വരും, അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല, നമുക്കത് കണക്കാക്കേണ്ട കാര്യമില്ല. ഏതായാലും PC മോൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നല്ല കാര്യമാണ്, അത് മുന്നോട്ട് കൊണ്ടുവെക്കൂ, ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് തരാം. കഴിഞ്ഞ ഓഗസ്റ്റ് 1 PT ചാക്കോയുടെ ചരമവാർഷിക ദിനത്തിൽ ഞാൻ കേരള കോൺഗ്രസിന് ഞങ്ങളുടെ പാർട്ടിയുടേതായിട്ടുള്ള ഒരു സമ്മേളനം മാണി സാറിനോട് ഉദ്ഘാടനം ചെയ്യാൻ വരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. മറ്റ് ചില കേരള കോൺഗ്രസുകളുടെ ചെയർമാൻമാരെയും വിളിക്കും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം സമ്മതം മൂളി. അങ്ങനെ ആ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വന്നു, ഉദ്ഘാടനം ചെയ്തു. ഞാനോട് ഉൾപ്പെടെ 4 കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻമാർ അതിൽ പങ്കെടുത്തു. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസ്, ശ്രീ ജോണി നെല്ലൂർ, ജേക്കബ് ഗ്രൂപ്പ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി അവസാനം ഞാൻ എൻ്റെ ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ന് വരാൻ പറ്റിയില്ല. അദ്ദേഹം വന്ന് എന്നെ അറിയിച്ചു അദ്ദേഹത്തിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ മീറ്റിങ്ങിൽ ഞാൻ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ആദ്യം സംസാരിച്ചപ്പോഴേ ഈ ആശയം ശക്തമായിട്ട് മുന്നോട്ട് വെച്ചു. കേരള കോൺഗ്രസുകൾ യോജിക്കണം. 64-ൽ PT ചാക്കോ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഒരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് നിലവിൽ വന്നു, അല്ലെങ്കിൽ ശക്തമായിട്ട് പോരാട്ടത്തിൽ വിജയിച്ചു. ശ്രീ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ് എന്ന വലിയൊരാശയം വെച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി വെച്ചത് എന്തുകൊണ്ട് ഇനിയും അതേ ശക്തിയിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്ന് ഞങ്ങൾ വളരെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ മീറ്റിംഗ് നടത്തിയത്. അതിനകത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ആശയത്തോട് അദ്ദേഹം പൂർണ്ണമായിട്ടും അംഗീകാരം നൽകിക്കൊണ്ട് ബാക്കിയുള്ളവർക്കും ഒരു പ്രേരണ കൊടുത്തു എന്ന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും സംസാരിച്ചപ്പോൾ അനുകൂലമായിട്ട് വന്നു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, PC തോമസിനെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ചുമതല ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ 4 പേരും ഞങ്ങൾ ബാക്കിയുള്ളവരും കൂടി ആലോചിച്ചു, ഈ ചുമതല ഏൽപ്പിക്കുന്നു, കേരള കോൺഗ്രസിനെ യുണൈറ്റ് ചെയ്യുക. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ എഴുന്നേറ്റ് നിന്ന് മറുപടിയായിട്ട് മൈക്കിൽ കൂടി പറയുകയും ചെയ്തു, മാണി സാറ് ഏൽപ്പിച്ച ജോലി ഞാൻ ഏൽക്കുന്നു. അത് സത്യത്തിൽ ഞാൻ ഏൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയെങ്കിലും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നതുകൊണ്ട് പലരും പല മുന്നണികളിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത പടിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. മാണി സാറ് പോയി, ഇനി കേരള കോൺഗ്രസുകളുടെ ഒരു ലയനം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നാവൽ അതൊരു അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാണി സാറിൻ്റെ ഒരു ആശയമാണത്. ശക്തമായ രീതിയിൽ തന്നെ കേരള കോൺഗ്രസിനെ കൂടുതൽ ശാക്തീകരിക്കണം എന്നും കേരള കോൺഗ്രസ് ആശയവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നവരെ മുഴുവനും പാർട്ടിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം അവിടെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതാണെന്ന് മാത്രമല്ല, ചില പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളത് നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു. പലപ്പോഴും പല അധികാരത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുന്നണികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ താങ്കൾ NDAയിലാണ്. ഞാൻ NDAയിലാണ്. കേരള കോൺഗ്രസ് UDFലാണ്. ഞാൻ ന്യായമായിട്ടും പറയുമ്പോൾ NDA ആണ് ഏറ്റവും നല്ല സഖ്യമെന്നും
എല്ലാവരും അങ്ങോട്ട് വരികയാണ് നല്ലതെന്നും കേരള കോൺഗ്രസിൻ്റെ ആശയം നടപ്പാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതാണ് എന്ന് ഞാൻ പറയും. പക്ഷേ ഞാൻ തിരിച്ചൊരു കാര്യം ചോട്ടെ, NDA എന്ന് പറയുന്ന അതിൻ്റെ പ്രധാന ശക്തി BJP ആണ്. എങ്ങനെയാണ് BJPയുമായിട്ട് കേരള കോൺഗ്രസിന് യോജിച്ചു പോകാൻ പറ്റുക? ഇതാണ് ഭാരതത്തിൻ്റെ സത്ത. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും യോജിച്ചു പോകണം എന്ന് മാത്രമല്ല, ഒരുമിച്ച് പോകാവുന്ന ഒരു സാഹചര്യവും കളയരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭരണഘടന പോലും ഏറ്റവും കൂടുതൽ ശക്തി അല്ലെങ്കിൽ കാര്യമായിട്ട് സ്ട്രെസ് നൽകിയിരിക്കുന്നത് എല്ലാവരെയും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. മൈനോറിറ്റി റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഭൂരിപക്ഷത്തിന് അവരുടേതായിട്ടുള്ള ചില രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ ബേസിക്കായിട്ട് സെക്യുലറിസം എന്ന് പറയുന്ന വലിയൊരാശയമുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു മതത്തിൻ്റെ പാർട്ടി എന്ന് പറയേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു ഹിന്ദുസ്ഥാൻ പാർട്ടി എന്നാണ് അവർ കൂടുതൽ പറയുന്നത്. ഒരു ഇന്ത്യൻ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് കൂടുതൽ ഹൈന്ദവരായിരിക്കാവുള്ളത്. പക്ഷേ അവരൊരിക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്ന് എനിക്ക് നേരിട്ട് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ മാണി സാറ് കടന്നു പോകുന്ന ഒരു സമയത്ത് മാണി സാറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വേറൊരാളുണ്ട്, തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്. ഇങ്ങനൊരു മത്സരം കോട്ടയത്ത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? മാണി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, BJP എന്ന് പറയുന്ന പാർട്ടിയോ ഒന്നും തൊട്ടുകൂടാത്ത പാർട്ടിയൊന്നും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല. BJPയുടെ കൂടി സപ്പോർട്ടിൽ, പ്രത്യേകിച്ച് ജനസംഘത്തിൻ്റെ കൂടി സപ്പോർട്ടിൽ മാണി സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് 1970 കാലത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ആ ഒരു ആശയക്കാരനല്ല, ഞാനും ഒട്ടും ആ ഒരു ആശയക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ആ ശൈലി തന്നെ ഞാൻ സ്വീകരിക്കുകയാണ്. ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പല ഐക്യമുന്നണികൾ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. അതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഞങ്ങളിപ്പോൾ യോജിച്ച് നിൽക്കുന്നത്, NDA എന്നുള്ള നിലയ്ക്ക് യോജിച്ച് നിൽക്കുന്നത് ഭാരതത്തിൻ്റെ വലിയൊരു ഭാവി കണ്ടുകൊണ്ടും അതിനകത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷമില്ലാതെ എല്ലാവർക്കും കിട്ടാവുന്ന വലിയൊരു സെക്യൂരിറ്റി, വലിയൊരു പ്രതീക്ഷ, വലിയൊരു മുന്നേറ്റം, ഇതെല്ലാം കണ്ടുകൊണ്ടാണ്. അത് വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇപ്പോൾ മാണി സാറിന് ലേക്ക് ഷോറിൽ നിന്ന് പാല വരെ എത്തുന്നവരെ എത്രയോ മണിക്കൂറുകൾ 2 ദിവസമായിട്ടാണ് അവിടെ എത്തിയത്. അത്രയും ആൾക്കാർ, ജനസമ്മതിയാണത് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാണി സാറിനോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ മാണി സാറ് പോയതിലുള്ള വിഷമം, അത് വോട്ടായി മാറിയാൽ സ്വാഭാവികമായിട്ടും അത് UDF സ്ഥാനാർത്ഥിയെ വലിയ രീതിയിൽ സഹായിക്കില്ലേ? ഇല്ല, മാണി സാറിനോടുള്ള ആദരവ് മാണി സാറിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. മാണി സാറ് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഫൈറ്ററായിരുന്നു. ഒരു പ്രതിപക്ഷത്ത് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്നത് കേരളം അറിഞ്ഞത് വാസ്തവത്തിൽ 67 അദ്ദേഹം പ്രതിപക്ഷത്ത് അംഗമായിരുന്നപ്പോൾ നിയമസഭയിൽ KR ഗൗരിയമ്മയുടെ ഒരു ഓർഡർ മദ്രാസിൽ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്ന, ഇവിടെയെങ്കിലും ഇല്ല, അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഫോട്ടോസ്റ്റാറ്റ് മലയാളികളുടെ അഴിമതികളുടെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് നടത്തിയതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കർഷകരുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഏഷ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിൽ ഒരു സെമിനാർ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹത്തെ വരുത്തി പേപ്പർ അവതരിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരനെ കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യിച്ചു. വലിയ ഫേമസായ ഒരു വലിയ പ്രാധാന്യം കിട്ടിയ ഒരു സെമിനാറായിരുന്നു അത്. ഞാൻ പറഞ്ഞത്, അത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി പോലെ ഏഷ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി വേണം എന്ന ആശയം അദ്ദേഹമാണ് വെച്ചത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അതിനൊന്നും വളരെ മുന്നോട്ട് ഒരു ഭാവി കിട്ടിയില്ല എങ്കിൽ പോലും, മറ്റൊന്ന് ഞാൻ പറയാം, കേരള കോൺഗ്രസിന് സൈദ്ധാന്തിക അടിത്തറ കൊടുത്തത് മാണി സാറാണ്. മാണി സാറിൻ്റെ ആലുവ പ്രമേയം, തീർച്ചയായിട്ടും അധ്വാനവർഗ സിദ്ധാന്തം എന്ന ആ വലിയ സിദ്ധാന്തം ഞാൻ പാർട്ടിയിലുണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു വലിയ ആശയമാണ്. പാർട്ടിയിൽ ശക്തമായിട്ട് ഉള്ള ഒരു ആശയമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രത്യേക വികാരത്തിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് പെട്ടെന്ന് ജനിച്ച പാർട്ടിയാണ്. എങ്കിലും വലിയ ആശയങ്ങളുണ്ടായിരുന്നു. താങ്കളുടെ പിതാവ് PT ചാക്കോ കോൺഗ്രസിലുണ്ടായ അവഗണനയും പ്രശ്നങ്ങളും മൂലം ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രചരണം. PT ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാവുമായിരുന്നില്ല, ഉണ്ടാക്കാൻ സമ്മതിക്കുമായിരുന്നില്ല എന്നൊരു വാദമുണ്ട്. PT ചാക്കോ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു കത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത്,
എനിക്ക് കുറച്ച് തിക്താനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. തന്നെയല്ല, ഞാൻ അല്പനാൾ മാറി നിൽക്കുന്നത് കോൺഗ്രസിനും നല്ലതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോകുന്ന പ്രശ്നമില്ല. എനിക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ലീവ് തരണം എന്നുള്ള മട്ടിലാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കോൺഗ്രസിന് പ്രയോജനകരമായിരിക്കും. 2, എനിക്ക് ഒരുപാട് കടമുണ്ട്, അത് വീട്ടണമെങ്കിൽ എൻ്റെ വക്കീൽ പണിയിലേക്ക് എനിക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് 2 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തോട് യോജിക്കുകയാണ്. പി.ടി. ചാക്കോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ഉണ്ടാവുകയില്ല. കാരണം പി.ടി. ചാക്കോ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് മാത്രമല്ല, പി.ടി. ചാക്കോയുടെ മരണം 49 വയസ്സിലാണ്. അത് എനിക്ക് 12-13 വയസ്സേ ആയിട്ടുള്ളൂ. 49ാമത്തെ വയസ്സിൽ 50 ആയിട്ടില്ല. അതിനു മുമ്പ് പെട്ടെന്ന് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒത്തിരി തിക്താനുഭവങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ മൂലം കൂടിയാണ് ഉണ്ടായത്. ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അനാഥരായി പോയ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 117 അംഗ നിയമസഭയിൽ അന്ന് കോൺഗ്രസ്സിന് ഏതാണ്ട് 60 പേരോളം ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 45 പേരോളം പി.ടി. ചാക്കോയോടൊപ്പം നിന്നവരാണ്. അതിൽ 15 പേരോളമാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും കോൺഗ്രസിനോട് ഏറ്റുമുട്ടി 25 സീറ്റ് ജയിക്കാൻ പറ്റിയൊരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് 3-4 കഷ്ണമായിരിക്കുന്നു. ഈ പാർട്ടി ഇങ്ങനെ പോയാൽ പാർട്ടിയുടെ പ്രസക്തി എന്താണ്? ഭാവിയിൽ ഈ പാർട്ടി നിലനിൽക്കും? അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഹൃദ്യമായി സ്വീകരിച്ച ഒരാശയം, അതാണ് കേരള കോൺഗ്രസ്സുകളുടെ യോജിപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അത് വേണം. കേരള കോൺഗ്രസ്സുകൾ യോജിച്ച് വരികയാണെങ്കിൽ വീണ്ടും അത് വലിയൊരു ശക്തിയാകും എന്ന് തന്നെയാണ് മാണി സാറിൻ്റെയും ആശയം, അതായിരുന്നു എൻ്റെയും ആശയം. അതാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചാണ് തുടക്കമിട്ടത്. ആ കാര്യത്തിൽ അദ്ദേഹം വലിയൊരു നേതൃത്വം നൽകി എന്നുള്ളതും എനിക്കറിയാം. ഞാൻ പറഞ്ഞത്, ശ്രീ പി.ടി. ചാക്കോയുടെ മരണത്തിന് ശേഷം അരക്ഷിത ബോധമുണ്ടായിരുന്നവരാണ് ഇത് ഉണ്ടാക്കിയതെങ്കിലും പാർട്ടി കുറേ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന് പറയുന്ന ഫെഡറലിസത്തിൻ്റേതായിട്ടുള്ള വലിയൊരു ആശയം, അതിന് വലിയ പേരുണ്ട്. അതുപോലെ ചില ആശയങ്ങൾ വെച്ച് മുന്നോട്ട് പോയപ്പോൾ പാർട്ടിക്ക് വലിയ പ്രസക്തി ഉണ്ടായി. പാർട്ടിക്ക് അന്ന് വികാരപരമായിട്ടുള്ള ഒരു സപ്പോർട്ടും കിട്ടി. മന്നത്ത് പത്മനാഭൻ്റെ വലിയൊരു അനുഗ്രഹവും കിട്ടി. എല്ലാം കൂടി വെച്ചുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 117, ഇന്നത്തെ പോലെ 140 സീറ്റില്ല, 117 അംഗ അസംബ്ലിയിൽ ഒറ്റയ്ക്ക് 25 സീറ്റിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റണമെങ്കിൽ മാണി സാറിൻ്റെ ആശയം, ഞാനും ആദ്യം സൂചിപ്പിച്ച കേരള കോൺഗ്രസ് യോജിപ്പിലേക്ക് ഞങ്ങൾ പോകും. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പോകും. മാണി സാർ പോയ സാഹചര്യത്തിൽ അത് എളുപ്പമുള്ള കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മാണി സാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോയാൽ കിട്ടുന്ന ആ വലിയൊരു ഒരു ശക്തി ഈ നീക്കത്തിന് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയൊരു അനുഗ്രഹം എനിക്കുണ്ട് എന്നെനിക്കറിയാം. കാരണം കഴിഞ്ഞ ജൂലൈയിൽ പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഈ ആശയം വെച്ചപ്പോൾ അദ്ദേഹം പരിപൂർണമായിട്ട് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സമ്മേളനത്തിൽ വന്ന് അദ്ദേഹം അടുത്ത സ്റ്റെപ്പ് കൂടി, ഞാൻ ചിന്തിക്കാത്ത ഒരു സ്റ്റെപ്പ് കൂടെ അവിടെ വെച്ച് പറഞ്ഞു, പി.സി. തോമസിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളെല്ലാം കൂടി ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് എന്താണോ കണ്ടത് അത് നടപ്പാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്മാരകമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരള കോൺഗ്രസ്സുകളുടെ യോജിപ്പ് എന്ന് പറയുന്ന ആശയമായിരിക്കും. മാണി സാർ ഇല്ല, ഇനി ആര് താങ്കളുടെ ഈ ആശയത്തിന് കൂടെ നിൽക്കും എന്നുള്ളൊരു അത് ജെയിംസ് പറഞ്ഞതിനെ എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. മാണി സാർ കൂടി ഉള്ളപ്പോൾ ഉള്ള ആ ബലം എനിക്ക് കിട്ടത്തില്ല എന്നെനിക്കറിയാം. പക്ഷേ അദ്ദേഹം കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വലിയ ശക്തി ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും എന്നോടൊപ്പം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് കഴിഞ്ഞ് മാണി സാറുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. ഒക്ടോബർ 9 പാർട്ടിയുടെ ജന്മദിനമാണ്. അതിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം KPS മേനോൻ ഹാളിൽ വെച്ച് കോട്ടയത്ത് വെച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിങ്ങിനകത്ത് അവരൊക്കെ വരികയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു, ഇത്തവണ നമുക്ക് എല്ലാ പാർട്ടികളുടെയും കൂടെ ആക്കാം, ഭയങ്കര ആവേശമായിരിക്കും. അദ്ദേഹം അത് സമ്മതിച്ചതാണ്. ഒക്ടോബർ 9 നമുക്ക് എല്ലാ പാർട്ടികളുടെയും കൂടെ ആയിട്ട് നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നത്, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോയാൽ സംശയിക്കും, പല മുന്നണികളും സംശയിക്കും. ശരിയാ, ഞാൻ NDAയിലേക്ക് വരുത്താൻ നോക്കുകയാണോ എന്ന് സംശയം ഉണ്ടാകും, അല്ലെങ്കിൽ എന്നെ വലിക്കാൻ നോക്കുകയാണോ എന്ന് സംശയം ഉണ്ടാകും. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാണി സാറും പറഞ്ഞു, തൽക്കാലം അത് നമുക്ക് ഒന്ന് ഇവിടെ നിർത്താം. പക്ഷേ പൊളിറ്റിക്കൽ അലയൻസൊക്കെ അവരവർ നിർത്തിക്കോട്ടെ, അവരവരുടെ അലയൻസ് നിന്നോട്ടെ. പക്ഷേ എന്നാലും ഉള്ള യോജിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് പിന്നെയും നോക്കാം. മാണി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഈ കാര്യത്തിന് വേണ്ടിയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ മാണി സാറിനോടുള്ള ഏറ്റവും വലിയ ആദരവ് കാണിക്കാൻ പറ്റുന്നത് ആ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ള 4-5 നേതാക്കളുടെ പേരെടുത്താൽ ഒരാളുടെ പേര് കെ എം മാണി എന്നായിരിക്കും. അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രി ആവേണ്ടത് ആവശ്യമായിരുന്നുവെന്ന് പല കോർണറിൽ നിന്നും രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതി മത ഇതിന് വ്യത്യാസമില്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ ഇത്രയും കഴിവുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാതെ പോയത്? എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ തന്നെ പലതുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ പലതുള്ളത് കൊണ്ടും പല സമയത്ത് പാർട്ടി പല രീതിയിൽ പാർട്ടിക്കകത്ത് വന്ന ചിന്താഗതികൾ മൂലം പല കഷ്ണങ്ങളായി പോയെന്ന് ആദ്യം പറഞ്ഞില്ലേ, അതുപോലുള്ള ചില പ്രശ്നങ്ങൾ വന്നതുമൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ മാണി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടവനായിരുന്നു എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ശരിയാണ്. ഏറ്റവും വലിയ മാണി സാറിന് മുഖ്യമന്ത്രി പദം അടുത്തേക്ക് വന്നിട്ട് പലപ്പോഴും അത് ഒന്നെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കാതെ വന്നു, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അത് സ്ലിപ്പ് ചെയ്ത് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ഇതൊന്നും ആയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. കാരണം അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്, അത് നടപ്പാക്കാനായിട്ട് അദ്ദേഹം നോക്കും. എനിക്കറിയാം, പാലായിൽ പോലും ചില വികസന പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് നോക്കുന്ന സമയത്താണെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വികാരത്തെ മാനിക്കുന്നവനായിരുന്നു. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാനത് അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചില വലിയ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടുമ്പോൾ ചില പാർട്ടി പ്രവർത്തകർക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അതിൽ നിന്ന് കുറച്ചെങ്കിലും പുറകോട്ട് പോകുന്നു. പക്ഷേ അദ്ദേഹം പറയാറുണ്ട്, ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചാലും 2 സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വെക്കാം. അവനെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ്റെ വിഷമം കൂടെ തീർത്തുകൊണ്ട് നല്ല ആശയമാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്തുള്ള തൊടുപുഴയിൽ എത്ര ബൈപ്പാസ് വന്നു, പക്ഷെ പാലായിൽ അത്രയും ബൈപ്പാസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ. അത് വരണമെങ്കിൽ കണ്ണടച്ച് ചിലതൊക്കെ പോകേണ്ടി വരും എന്നുള്ളത് ശരിയല്ല. അല്ല, മാണി സാറിൻ്റെ ആശയം ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ള അതാ ശരി, അതാ സത്യം. പാർട്ടി പ്രവർത്തകൻ്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് വേണം എന്ത് കാര്യം ചെയ്യാൻ എന്നുള്ളത് നമ്പർ 1. പാർട്ടി പ്രവർത്തകൻ്റെ വികാരം മാനിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി വേണ്ട എന്ന് വെക്കണം എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ ഒരു പെൻഡിങ് വെക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് നീട്ടേണ്ടി വരും. നീട്ടിയാലും ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അത് അദ്ദേഹം കാണിച്ചു. പാലായിൽ അത് കഴിഞ്ഞ് ബൈപ്പാസ് ഉണ്ടായി, വലിയൊരു ബൈപ്പാസ് ഉണ്ടായി. എനിക്കറിയാം അതിന് എത്രയോ എതിർപ്പുണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു. മാണി സാറാണ് ഏറ്റവും കൂടുതൽ റോഡ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റോഡ് കൊടുക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകർ പറയുന്ന റോഡുകളാണ് കൊടുക്കുന്നത്. പക്ഷെ അത് പുറത്ത് കാണാനും മാത്രമില്ല. എപ്പോഴും നിയമസഭയിൽ മാണി സാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാവരും കൂടി ആക്ഷേപിക്കുന്നത് മാണി സാർ എല്ലാം കൊണ്ടുപോയി പാലാക്കി കൊടുക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? മാണി സാറിന് കൊടുക്കുന്നു, അല്ല പാലായ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിലും പാലാക്കാർക്ക് മാണി സാറിനെ നന്നായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം പാല എന്ന് പറയുന്നത് മാണി സാറിൻ്റെ ഹാർട്ടാണ്, അത് യാതൊരു സംശയമില്ല. മാണി സാർ വേറൊരു വാക്കിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പാലായോടുള്ള സ്നേഹം കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞാലും പാലായ്ക്ക് കൊടുക്കുന്നത്, ഇപ്പോൾ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം അത് പാലാക്കാർക്ക് കിട്ടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പാലായ്ക്ക് മാത്രമല്ലല്ലോ, അത് മാണി സാർ എടുത്ത് പറഞ്ഞില്ലായിരിക്കും. പക്ഷേ അത് കേരളത്തിനാണ് കിട്ടുന്നത്, കേരളത്തിലെ കൃഷിക്കാർക്കാണ് കിട്ടുന്നത്. കേരളത്തിലെ കൃഷിക്കാർക്ക് മൊത്തം അതിൻ്റെ പ്രയോജനം കിട്ടി എന്നുള്ളത് മറ്റൊരു വശമാണ്. മാണി സാറിൻ്റെ മനസ്സ് ആ രീതിയിൽ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുക. 2, വികസന പദ്ധതികൾ. ഇവിടെ കൂടെ ഒരു വലിയ റോഡുണ്ടായാൽ പാലായിൽ കൂടെ ഉണ്ടാകുന്ന റോഡ് പാലാ കഴിഞ്ഞ് അവസാനിക്കില്ല. പാലാ കഴിഞ്ഞത് കിടങ്ങൂർക്ക് പോകും, കോട്ടയത്തിന് പോകും, തിരുവനന്തപുരത്തിന് പോകും, അല്ലെങ്കിൽ തിരിച്ച് വയനാട് വരെ എത്തും. അതാണ് റോഡ്. അല്ലെങ്കിൽ പാലം ഇവിടെ വന്നാൽ ഒരൊറ്റ പാലം മൂലം അത് പാലായിലായിരിക്കും വരുന്നത് എന്നുള്ളതുകൊണ്ട് പാലായ്ക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഞാൻ പറഞ്ഞത് വികസന പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഏരിയ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ ഏരിയ ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഏരിയ വെച്ച് അവിടെയാണ് കൂടുതൽ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ജെയിംസ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ അത് സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് വലിയ വലിയ അർത്ഥങ്ങൾ തീർച്ചയായിട്ടും അതിനുണ്ട് എന്നുള്ളതുകൊണ്ട് മാണി സാറിൻ്റെ കാര്യത്തിൽ മാണി സാറിൻ്റെ ബഡ്ജറ്റിലുണ്ടായ കാര്യങ്ങൾ കൃഷിക്കാർക്ക് പ്രയോജനപ്പെട്ടത്
പാലായ്ക്കുൾപ്പെടെ കേരളത്തിന് മുഴുവൻ പ്രയോജനപ്പെട്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാണി സാറും ഞാനും ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും പൊളിറ്റിക്കലായിരുന്നില്ല, ഒരിക്കലും അത് ഏതെങ്കിലും തരത്തിൽ ഉള്ള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ ചില അകൽച്ച വന്നത് പറഞ്ഞു തീർക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നില്ല. ഞാൻ പൂർണ്ണമായിട്ടും അത് പറഞ്ഞു തീർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് കൊണ്ട് മാണി സാറിൻ്റെ ആ ചെയ്തികളെ ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്.